shift the patient immediately to ICU. Reena sister, please duty care. Sister? Doctor? How are the vital signs, sister? Vitals okay, doctor. Saturation also 100 is maintained. Okay, sister. Sister, I think BP is little lower side. So connect one IV fluid, sister. Okay. Put one more cannula. Cannula you put, okay? Put one more cannula and IV fluids will begin. Blood samples? Yeah, that is required. For grouping and cross matching, you please send. And even alert the blood bank, sister. Okay, one more 2 pints of blood might be required for the child. Okay. ആരതി ഞാനൊന്ന് പോവാണേ. പിന്നെ അന്നയുടെ പൾസിലോ സാച്ചുറേഷൻ എന്തെങ്കിലും വേരിയേഷൻ വരുവാണെങ്കിൽ ഡോക്ടറെ അറിയിക്കണം. പിന്നെ കുട്ടിയെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടിക്ക് ഇപ്പോഴും ബോധമൊന്നും തെളിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം നോക്കിക്കോളുമല്ലോ. നോക്കിക്കോട്ടെ. ശരി. ഹലോ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. അമ്മ വന്നോ? ക്രിസ്മസ് കേട്ടാണ് ഇത്ര വൈകിയേ? മോനെ, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരമുള്ള ഓർമ്മകൾ തരുന്നതല്ലേ. പക്ഷെ അമ്മയുടെ ലൈഫ് അറിയാമല്ലോ, അമ്മ ഹോസ്പിറ്റലിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ അമ്മ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മോനെ. അന്നയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സിസ്റ്റർ. ഇപ്പം കുട്ടി ചെറിയ മയക്കത്തിലാണ്. ഓക്കെ. അന്ന ഇപ്പോൾ എങ്ങനെയുണ്ട്? അന്ന നീ ഇപ്പൊ ഓക്കെയാണ്? വേണ്ട, എനിക്ക് ഓക്കെ ആവണ്ട. നീ ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട. ടേക്ക് റെസ്റ്റ്. ഞാൻ പിന്നെ വരാം. ഓക്കെ? ഇപ്പോഴത്തെ പിള്ളേരെന്തായാലും ഇങ്ങനെ ഒരുമാതിരി ഈ അപ്പനും അമ്മയും ഒക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇങ്ങനെ ഓരോ പരിപാടിയും ചെയ്തുകൊണ്ട് നടക്കുന്നു. എന്തായാലേ പണിയെടുത്ത് ഇവരെ മംഗലാപുരത്തേക്ക് നഴ്സിംഗിന് പഠിപ്പിക്കുന്ന ഇങ്ങനെ ഓരോ പരിപാടി ചെയ്യിക്കാനാണല്ലേ. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. സത്യാവസ്ഥ അറിയാതെ നമുക്കൊരാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാ. എങ്ങനെയുണ്ട്? അതിന് ശരിക്കും എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നിനക്ക്? അത് എനിക്ക് നാട്ടിൽ നിന്ന് പുറത്തു വന്ന് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്ക് പുറത്തു വന്ന് പഠിച്ചേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്.
നിങ്ങൾക്ക് വല്ലതും അറിയാമോ ഇവിടെ നടക്കുന്ന കാര്യം? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ ഈ കണ്ട ഇത്രയും വർക്ക് ഞാൻ ചെയ്യണം, വീട്ടിലത്തെ പണി ഞാൻ തന്നെ ചെയ്യണം. ഇങ്ങനെ ഇരുന്നോളൂ, ഈ കുപ്പിയും പിടിച്ച് ഇങ്ങനെ ഇരുന്നോളൂ, അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും കൊണ്ട് പോടുന്നു, ഒരു കുപ്പി കൊണ്ട് വന്നേക്കുന്നു. നിങ്ങൾക്ക് മോളുടെ കാര്യം എന്തെങ്കിലും അറിയാമോ? അവള് ഇത്രയും വളർന്നു വരുന്ന ഈ കൊച്ചിനെ കൊണ്ട് എനിക്ക് തന്നെ ഇട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് നോക്കാനും പറ്റില്ല. അടുത്ത തിങ്കളാഴ്ച ഞാൻ അവളെ മംഗലാപുരത്ത് കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ പോകുന്നുണ്ട് അഡ്മിഷന്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൂടെ വാ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോയിക്കോളാം. മാഡം ജോസ്ന പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത മോളാണ്. മോളെ ക്ലാസ് റൂം ഒന്ന് കൊണ്ടേ കാണിക്കുക. ഓക്കെ സിസ്റ്റർ, ഓക്കെ വരൂ. എന്താണ് നിന്റെ പേര്? അന്നല്ലേ. വീട് എവിടെയാണ്? കണ്ണൂർ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇയർ ക്ലാസ് റൂം. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം അവിടെയാണ് കേട്ടോ. ഓക്കെ, എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? 86. That's good. Okay, which is your favorite subject? Biology. Okay, okay. So നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല മാർക്ക് നേടിക്കുക. സോ ഇതാണ് എൻ്റെ ക്ലാസ് റൂം. ഓക്കെ, please sit down. How are you all? Okay, so നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആണോ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നേ? മംഗലാപുരത്ത് ഫസ്റ്റ് ടൈം ആണോ? എങ്ങനെയുണ്ട് മംഗലാപുരം? കണ്ടിട്ടൊക്കെ കേരളം പോലൊക്കെ തന്നെയാണോ? ഹോസ്റ്റൽ ഇഷ്ടായോ? അപ്പൊ ശരി, നമുക്ക് ആദ്യത്തെ ക്ലാസ് തുടങ്ങാം, പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കൊക്കെ അറിയാം ഹാൻഡ് വാഷിങ് എന്താന്നല്ലേ, അല്ലേ? അപ്പൊ നമുക്ക് അതിന് ഒരു 7 സ്റ്റെപ്സ് ഉണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ഓക്കെ ഓക്കെ, അപ്പം ആ 7 സ്റ്റെപ്സ് തുടങ്ങുന്നത് പാം ടു പാം, ബാക്ക് ടു പാം, ഇന്റർലേസസ്, ഇന്റർലോക്സ്, ഫിംഗർ ടിപ്സ്, തംബ് റൊട്ടേഷൻ, ദെൻ റിസ്റ്റ്. ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇന്ന് എന്തല്ല ടീച്ചർ പഠിപ്പിച്ചേ ഹാൻഡ് വാഷിങ്? ഞാനാണെങ്കിൽ ഫസ്റ്റ് പേടിച്ചു. സാധാരണ നമ്മൾ ചുമ്മാ കൈയിടുന്നല്ലേ, ഇതിന്റെ സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോട് ചോദിച്ചു, ഞാൻ എന്നെ പെട്ടെന്ന് പേടിച്ചു. നീ എന്തോന്നും മിണ്ടാത്തേ? എനിക്ക് വയ്യടി, എൻ്റെ പാരൻസ്. എടി, നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്കെല്ലാം ശരിയാക്കാം. എടി, നീ ഇപ്പോഴും അതൊക്കെ ഓർത്തോണ്ടിരിക്കണോ? അതൊക്കെ വീട്. ഇത് പുതിയ ലൈഫാണ് നിന്റെ. നിനക്ക് ഇവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. നീ അതൊക്കെ വിട്. എടി, ഇത് മംഗലാപുരമാണ്. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് മാക്സിമം നമുക്ക് ഈ 4 ഇയർ എൻജോയ് ചെയ്യാം. കൊച്ചു കൊള്ളാല്ലേ? അതെ, തന്നെ ഇന്നലെ ഇവിടെ വെച്ച് നടന്നു പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ
തന്നെ എനിക്ക് ആദ്യം തന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇൻസ്റ്റ ഐ ഡി കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായാൽ. എന്താ മോനെ പരിപാടി? നമ്മളെയൊക്കെ മറന്നോ? വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എന്ത് നമുക്ക് തരാനുള്ള പൈസയൊക്കെ എന്തി? എവിടെ കണ്ണിലെ സ്വഭാവം മാറും കേട്ടോ. എന്തോ ഇഷ്യൂ ആയിട്ടൊന്നും ഇല്ല. കാണണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുപോലത്തെ ആൾക്കാരോടൊന്ന് കൂട്ടോടെ നിൽക്കരുതെന്ന്. ഇത് നീ അറിയേണ്ട കാര്യമല്ല, നിന്നെ ബാധിക്കണ കാര്യമല്ല. ആ ശരി, ഞാൻ പോവാ. പിന്നെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? എന്റെ വീടാണ് പുഴുക്കോട് ഇട്ടിഞ്ഞ് നക്ഷത്രം തൂക്കി. ഇനി പള്ളിയിലും പോകണം. എന്റെ വീട് ഒരുക്കങ്ങളോ? എന്റെ വീട്ടിലോ? എന്റെ ക്രിസ്മസ് എല്ലാ ദിവസവും. ശരി, ഞാൻ പോകുന്നു. ആ എടാ, ഇത് നിനക്ക് എന്താ സാധനം അറിയാമോ? ഞാൻ നോക്കിക്കോളാന്നേ. ഇല്ലേ, ഞാൻ നോക്കിക്കോളാം. പറഞ്ഞ ക്യാഷ്. എന്താ? എനിക്ക് പിന്നെ അർജന്റായി ഒന്ന് കാണണം, അത്യാവശ്യമായ കാരണം. ഞാൻ എന്തായാലും ഒരു മെസ്സേജ് അയക്കാം, ഞാൻ അങ്ങോട്ട് വന്നേക്ക്. നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചാ? നിനക്ക് എന്താ ഫോൺ എടുക്കാൻ? നീ ഫുൾ ടൈം ബിസി ആണല്ലോ. ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ പറ്റത്തില്ല. നിനക്ക് എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല? എന്താ ഇത്? ഇത് വേറെ ഒന്നും ചെയ്യണ്ട. എനിക്കറിയാവുന്ന ആരുടെയും കയ്യിലൊന്നും ഏൽപ്പിക്കാം. നിനക്കറിയാവുന്നല്ലേ എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. നീ പറയുന്ന പൈസ കിട്ടും. നിങ്ങക്ക് മോളുടെ കാര്യം എന്തെങ്കിലും അറിയാമോ? അവള് ഇത്രയും വളർന്നു വരുന്ന ഈ കൊച്ചിനെ കൊണ്ട് എനിക്ക് തന്നെ ഇട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് നോക്കാനും പറ്റില്ല. നിനക്കറിയാവുന്നല്ലേ എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. പറയുന്ന പൈസ കിട്ടും. അല്ല, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ദാനമാണ് ഈ ജീവിതം. അത് അവസാനിപ്പിക്കാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. ഇത് നിനക്കൊരു പുതിയ ജന്മമാണ്. സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ബിഗിനിങ്. ട്രസ്റ്റ് ഹിം. ഈശോയിൽ വിശ്വസിച്ച് നീ ജീവിക്കണം മോളെ. ചിലതൊക്കെ നല്ലതിനാണ്. ചിലരുടെ കടന്നുവരവ്, ചിലരുടെ അടുപ്പം, ചിലരുടെ അകൽച്ച എല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐസിന് പുറത്ത് നിറകണ്ണുകളോടെ നിന്നെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നീ ജീവിക്കണം. എങ്ങനെയുണ്ട് എന്റെ മോൾക്ക്? അവൾ ഓക്കെ ആണോ? അന്നയുടെ പേരൻസ് ആണോ? അവള് ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ചോദ്യം നിങ്ങൾ നേരത്തെ അവളോട് ചോദിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അവൾക്ക് ആവശ്യമുള്ള സമയത്ത് ആളെ കേൾക്കാനും ആളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും അവൾ ഓക്കെ ആയി വരുന്നുണ്ട്, ശരിയാവുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി സിസ്റ്റർ. എന്റെ കുഞ്ഞ് മാതാപിതാക്കൾ എന്നാൽ മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കണം. അതായത് മക്കൾക്ക് എന്തും ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാതാപിതാക്കളോട് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കണം. അങ്ങനെ ആയിരിക്കണം മാതാപിതാക്കൾ. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മയോട് പറയാമായിരുന്നല്ലോ. നീ എന്തിനാ ഇത് ചെയ്യാൻ പോയത്? നിനക്ക് അമ്മയോട് പറയായിരുന്നില്ലേ? അമ്മ ചിലപ്പോ ദേഷ്യപ്പെടുമായിരിക്കും. എന്നാലും നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. ഇങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ.
ഈ ക്രിസ്മസ് സമയത്ത് നമുക്ക് ഉണ്ണീശോയെ മനസ്സിൽ ധ്യാനിച്ച് പഴയതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിലോട്ട് നമുക്ക് പോകാം. എല്ലാ വിഷമങ്ങളും മറന്ന് ഇനി എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മയോടും അതേപോലെ കുഞ്ഞുണ്ണീശോയോടും നീ ഏറ്റുപറയണം. അമ്മ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. നിങ്ങളെല്ലാവരും എന്നെ അവഗണിച്ചപ്പോൾ എനിക്ക് ആരും ഇല്ലാതായിപ്പോയി. അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെയ്തു പോയതാ. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കുന്നില്ല. സാരമില്ല മോളെ, നീ എന്തുണ്ടെങ്കിലും അമ്മയോട് പറയണം കേട്ടോ. ഇപ്പൊ കഴിഞ്ഞത് പോട്ടെ. സോറി അമ്മ. നിങ്ങളല്ലേ അന്നയുടെ കൂട്ടുകാര്? അതെ, നിങ്ങളല്ലേ അന്നയുടെ കൂടെ എപ്പോഴും കാണേണ്ടവര്. അപ്പം ഏത് സാഹചര്യത്തിലും അവളുടെ കൂടെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളല്ലേ. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൾക്കൊരു തെറ്റ് പറ്റിയാല് അവളെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളെല്ലാം അവളുടെ കൂട്ടുകാരാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല കൂട്ടുകാർ അങ്ങനെയാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സിസ്റ്റർ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നഴ്സുമാരെന്നാൽ ശരിക്കും ഭൂമിയിലെ മാലാഖമാരാണ്. എടി, നമ്മുടെ കോളേജിൽ ഇപ്പൊ ക്രിസ്മസ് പരിപാടി നടക്കുക. നീ എന്തായാലും വരണം. പാടി നമുക്ക് പോവാൻ, നല്ല രസമായിരിക്കും. റീന സിസ്റ്റർ ഇപ്പോൾ എന്തു ചെയ്യുമായിരിക്കും? സർവ്വമാനവകുലത്തിനും പ്രതീക്ഷയുടെ അടയാളമായി ഉണ്ണീശോ ജനിച്ച ഈ സുദിനത്തിൽ രക്ഷയുടെ വാർത്ത അറിയിക്കാൻ വന്ന ദൂതന്മാരെ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വീതിയിലേക്ക് പ്രകാശത്തിൻ്റെ മെഴുകുതിരിയുമായി വന്ന ആളാണ് സിസ്റ്റർ. എൻ്റെ കണ്ണീരിൻ്റെ മുകളിൽ ഞാൻ കണ്ട മിന്നുന്ന നക്ഷത്രം. ആ നക്ഷത്രമാണ് എനിക്ക് എൻ്റെ പൊന്നുണ്ണീശോയെ കാട്ടിത്തന്നത്. എനിക്കായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ മനസ്സിലാക്കാതെ പോയല്ലോ. എങ്കിലും ഇപ്പോൾ എനിക്ക് സന്തോഷമാണ്. ഉണ്ണീശോ എനിക്കായി കാത്തിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ആത്മാവ് സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു. ഇനി എനിക്ക് ജീവിക്കണം. ഈ ലോകത്ത് വേദനിക്കുന്നവർക്ക് വേണ്ടി അവരെ സഹായിക്കുവാൻ ഞാനും റീന സിസ്റ്ററിനെ പോലെ ഒരു മാലാഖയെ മാറും. ഉണ്ണീശോയുടെ മാലാഖ. Merry Christmas, Bonnathale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി Bonnathale വീണ്ടും വന്നിടുന്നു. കടലോളം കാരുണ്യം കരകവിയും ഉത്സവം Bonnathale. ജ്ഞാനത്തിൻ കതിരേകും സ്വർഗീയ നേരം Bonnathale. പുണ്യത്തിൻ പൂക്കാലം ദൈവത്തിൻ വരദാനം പാവങ്ങൾക്ക് ആശ്വാസം. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം Bonnathale. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ